ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഇറങ്ങിയ ആട് ഒരു ഭീകരജീവി എന്ന സിനിമയാണ്. ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും തീം സോങ്ങും, ആ ക്യാരക്ടേഴ്സിന് പറ്റിയ തീം സോങ്ങും, പിന്നെ ചിരിക്കാനായിട്ടുള്ള കുറെ ഡയലോഗുകളും സീൻസും ഇറങ്ങിയപ്പോ അങ്ങോട്ട് വിജയിക്കാത്തൊരു സിനിമയാണ്. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞ ഒരു ശരിക്കും ആ പടം അറിയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അതിലെ ഓരോ ക്യാരക്ടേഴ്സും ആ മൂവിയിൽ കൊണ്ടുവന്നിരിക്കുന്ന റിയൽ വേൾഡിലെ സിറ്റുവേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ശരിക്കും മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു സിനിമയെ പോലെ തന്നെ ഒരു ആടിനെ ഇവർക്ക് കിട്ടുമ്പോ ഇവർക്ക് ഉണ്ടാവുന്ന കുറെ അനുഭവങ്ങളും കിട്ടുന്ന ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് പെടണതും അതിനെ ഫോളോ ചെയ്ത് വേറെ പ്രശ്നങ്ങൾ വരുന്നതൊക്കെയാണ് സിനിമയിൽ കൂടുതൽ. ഷാജിപ്പാപ്പിന്റെ ടീമും വിന്നേഴ്സ് പോത്തുമുക്കുന്ന ടീമിന്ന് ഫോളോ ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പൊ നമുക്ക് സിനിമ. ബാങ്കോക്ക്, സ്വപ്നങ്ങളുടെ മഹാനഗരം. കെട്ടുകഥകളെ വെല്ലുന്ന യഥാർത്ഥ കഥകൾ അരങ്ങേറുന്ന അത്ഭുതങ്ങളുടെ നഗരം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥയാണ്. വെട്ടിയാൽ വാൾ മുറിയാത്ത, ചോര കണ്ടാൽ തല കറങ്ങുന്ന ഒരു കൂട്ടം മാറിപ്പോയതാണ്. ചോര കണ്ടാൽ തല കറങ്ങുന്ന ഭീകരന്മാര്. ഒരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥയാണ് ഇത്. വെട്ടിയാൽ സോറി, നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ കാണുന്നതാണ് നല്ലത്. മരുന്ന് കുടിച്ച് എന്റെ വയ്യായ്ക്ക് മറന്ന് നിന്നോട് ആരാണ് പറഞ്ഞു? ഈഡിയറ്റ്. അത് എല്ലാം പറഞ്ഞു വെള്ളത്തിലായപ്പോ സമാധാനമായല്ലോ. അത് പോയ നിമിഷം മുതൽ തുടങ്ങിയതാണ് കഷ്ടകാലം. അസാനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ? അസാനത്തിന്റെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അയ്യോ, അത് ശരിക്കും മറ്റേ കടൽ കൊള്ളക്കാര്, പൈരറ്റ്സ്, അവര് ചെയ്യണതാണ്. എന്താ വെച്ചാ അവര് കപ്പലിലിരിക്കുമ്പോ, കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അവര് കടൽ കൊള്ളക്കാരാണല്ലോ. അപ്പൊ ഒരു കണ്ണ് അടച്ചു വെക്കും. അപ്പൊ ഇരുട്ടായിരിക്കുമല്ലോ. അപ്പൊ ഒരു കണ്ണ് വെളിച്ചത്തിൽ യൂസ് ചെയ്യാനും പിന്നെ രാത്രി ആവുമ്പോ ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റുമായിരിക്കും. അപ്പൊ ഈ കണ്ണ് രാത്രി യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഈ കണ്ണ് അടച്ചു വെക്കുമ്പോ നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ, മറ്റേ ആ ഇരുട്ടില് ആ വെളിച്ചമില്ലാത്ത സമയത്ത് ഈ കണ്ണ് ഇരുട്ടത്ത് മാത്രം യൂസ് ചെയ്ത് അവർക്ക് ഇരുട്ടത്ത് മാത്രമേ ഈ കണ്ണ് യൂസ് ചെയ്യാൻ പറ്റൂ അവർക്ക്. അപ്പൊ അങ്ങനെ ചെയ്യണതാണ്. ഇതില് വെറുതെ ഷോടാൻ വേണ്ടിട്ട് വിട്ടേക്കണതും പ്രഹസനം. പോ. ഉറപ്പായിരുന്നു ഷാജേട്ടാ. പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത കൊച്ചേട്ടൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 17ാമത് വടംവലി മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, ഹൈ റേഞ്ചിന്റെ അഭിമാന താരങ്ങളായ വിന്നേഴ്സ് പോത്തുമുക്തി, നമ്മുടെ ഇവരുടെയും പ്രിയങ്കൻ. പ്രകൃതി വരുന്നുണ്ട് ലുക്ക്. ഇവനാടിനെ വേറെന്താ ഉദ്ദേശത്തോടു കൂടിയല്ലോ. ഇത് മൊട്ടനാടല്ലോ, ഇത് പെണ്ണാടല്ലോ. നോക്കട്ടെ, ശരിയാണല്ലോ, ഇത് പെണ്ണാടാണല്ലോ. അവന്മാരെ നമ്മളെ പറ്റിച്ചാ. ആ പൊന്നപ്പൻ പഴത്തൊലിയിൽ എന്തോ കൂടോത്രം കൂടി ചെയ്തിട്ടുണ്ടോന്നാ. കർത്താവേ, വൈദ്യരെ, ഈ നശിച്ച നടുവേദന പോവാൻ ഇനി എന്നാ ചെയ്യണ്ടേ? ഞാൻ പഠിച്ച പണി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വല്ല നീലക്കൊടുവേലിയും കണ്ടുപിടിച്ച് തിന്നേണ്ടി വരും. ആണോ? ഇത് മതി വന്നിട്ട് കറിയണമെന്ന് എനിക്ക് തോന്നല്ല. എങ്കിൽ കുഞ്ഞല്ലേ? ചിലവർക്ക് തോന്നും ഇപ്പൊ എന്തായാലും കൊല്ലാൻ കൊടുക്കണല്ലോ. അപ്പൊ
പുലി പുലി പിടിച്ചോണ്ടായാലും എന്താ പ്രശ്നം, പക്ഷെ വന്യമൃഗങ്ങൾക്കൊരു ഇതുണ്ട്. അവര് കുറച്ച് ദിവസമായിട്ട് തിന്നില്ല. അപ്പൊ ഒരു ഗ്രിസ്ലി മാൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയൊക്കെ ഉണ്ട്. അങ്ങേര് ഈ പറഞ്ഞ പോലെ ഗ്രിസ്ലി ബെയർ, അപ്പൊ ആ കരടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നോർത്ത് അമേരിക്കൻ കരടികളാണ് ഗ്രിസ്ലി ബെയർ. നമ്മുടെ നാട്ടില് നമ്മുടെ വനങ്ങളിലൊന്നും കാണുന്ന പോലത്തെ കരടിയല്ല, ഭയങ്കര വലിപ്പൊക്കെയാ. അപ്പൊ ഇങ്ങേര് ഇതേപോലെ ഒരു ദിവസം എന്താന്ന് വെച്ചാൽ ഭാര്യയും ഇങ്ങേരും കൂടിയിട്ട് അപ്പൊ കാടുകളിൽ പോയി, അവിടത്തെ നോർത്ത് ഇന്ത്യയിലെ കാട്ടിൽ പോയി അവിടെ പോയി നിൽക്കുമ്പോ ടെന്റിലേക്ക് ഈ കരടി വന്ന് ഭാര്യനെയും ഇയാളെയും കൊന്നു. ഇയാളുടെ റെക്കോർഡിങ്, അതായത് നമുക്ക് ഈ മരിച്ച ആളുടെ ഓഡിയോ റെക്കോർഡിങ് ഉണ്ട്. മരിക്കുന്ന സമയത്ത് കരച്ചിലും പിഴിച്ചിലും ഞാൻ കേട്ടിട്ടുണ്ടത്. ഈ അങ്ങേര് മരിക്കുമ്പോ ഉള്ള സൗണ്ടും, അപ്പൊ കുറച്ച് ആദ്യം ജീവൻ ഉണ്ടാവും, ആദ്യം തൊലി പറിച്ച് കളയാ ചെയ്യാ വിറ്റങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ വേദന ശരിക്കും അറിയും. സർക്കാരാകുമ്പോ തല വെട്ടി കളയുമ്പോ പിന്നെ അവിടെ വേദനയൊന്നുമില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് മരിച്ചു പോകും. പക്ഷെ ഒരു വന്യമൃഗത്തിന്റെ അടുത്ത് പോയി പെടുമ്പോ തൊലി വലിച്ച് കളയണ ആ വേദനയും അതൊക്കെ നമുക്കറിയും. അപ്പൊ ആളുടെ റെക്കോർഡിങ് കാണാം. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഭാര്യനെയും കൊന്നു. ഇവ നഖവും ഇതൊക്കെ കണ്ടെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ആള് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കുറെ പേര് അന്വേഷിച്ച് ചെന്നപ്പോ അറിയണം ആള് മരിച്ചു. അപ്പൊ ഇങ്ങനെ നഖം വിരലൊക്കെ കിട്ടി മരിച്ചുപോയ ആളെ. കിട്ടിയാണ് നിന്നെയൊക്കെ സഹിക്കുന്നില്ലടാ, അതിന് കർത്താവ് എനിക്ക് തന്നതാ. ഷാജേട്ടാ, എല്ലാ ക്യാരക്ടർക്കും ഒരു തീം സോങ് ഉണ്ടല്ലോ ഇതില്. ജിമ്മിലേക്ക് എല്ലാ ദിവസവും വരണവന്മാരുണ്ട്. ശനിയാഴ്ച വരില്ല അവര്, ലെഗ് അടിക്കണ ദിവസം. ഇങ്ങനത്തെ ഓരോ എക്സ്ക്യൂസ് ഒക്കെ അവര് പറയാ. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാൻ പറയും. ഇത് വിട് ഷാജിയേട്ടാ, ഇതിൽ ഇപ്പൊ നമ്മൾ ഒരു ഭീകരജീവി എന്ന സിനിമ നമ്മൾ കണ്ടു. അതിന്റെ ഫസ്റ്റ് ഞാൻ പാർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഹാഫ് കണ്ടു. ഒരുപാട് ചിരിക്കാനും മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയില്. പിന്നെ സിനിമയില് കുറെ പ്രത്യേകതകളുണ്ട്. ലൈക്ക് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കോമഡി പറഞ്ഞ വഴിക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ മറ്റേ ഒപ്പമുള്ള ക്യാരക്ടർ കറക്റ്റ് ആ ജോക്കിനെ തന്നെ ഫോളോ അപ്പ് ചെയ്യാനും. അപ്പൊ അങ്ങനത്തെ കുറെ അടിപൊളി രസകരമായിട്ടുള്ള സീൻസും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോ സ്റ്റേ ട്യൂൺ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.